ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് VBA പ്രാക്ടിക്കലാണ്. അതിൽ എക്സസൈസ് നമ്പർ 1 ആണ് നമ്മൾ നോക്കുന്നത്. പ്രാക്ടീസ് ബേസിക് ഫങ്ഷൻസ് ഓഫ് VBA എഡിറ്റർ. അതിൻ്റെ എയിം ഡിസ്പ്ലേ ദി ഡെവലപ്പർ ടാബ്, എനേബിൾ ദി മാക്രോസ്, ഓപ്പൺ ദി VBA എഡിറ്റർ ആൻഡ് ഐഡൻറ്റിഫൈ ദ എലിമെൻറ്റ്സ്, റൈറ്റ് എ കോഡ് ടു ഡിസ്പ്ലേ ഹലോ കോപ്പ, യൂസ് debug.print, സേവ് ദ ഫയൽ ആസ് മാക്രോ എനേബിൾഡ് വർക്ക് ബുക്ക്. ഇത്രയാണ് നമ്മളുടെ എയിം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് ഡിസ്പ്ലേ ദി ഡെവലപ്പർ ടാബ് എന്ന എയിമാണ്. നമ്മൾ ചെയ്യുന്ന എക്സലിൻ്റെ കൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം എക്സൽ ഓപ്പൺ ചെയ്യാം. ഇവിടെ എക്സലിൻ്റെ ഫയൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, ഫോർമുലാസ്, ഡാറ്റ, റിവ്യൂ, വ്യൂ, ഇത്രയും ടാബ് നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ കൂടെ നമുക്ക് ഡെവലപ്പർ എന്ന് പറഞ്ഞ ടാബും കൂടെ കൊണ്ടുവരണം. അപ്പോൾ അതാണ് നമ്മളുടെ ഫസ്റ്റ് എയിം. അതിന് നിങ്ങൾ ഓഫീസിൻ്റെ ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതുപോലെ ഒരു വിൻഡോ നിങ്ങൾക്ക് ഓപ്പൺ ആകും. ഈ വിൻഡോയിൽ നിങ്ങൾ ഇൻഫോ, ന്യൂ, ഓപ്പൺ, സേവ് എന്നൊക്കെ കാണാം. അതിൽ നിങ്ങൾ ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആകും. ഈ വിൻഡോ നിങ്ങൾ കസ്റ്റമൈസ് റിബൺ എന്നുള്ള ടാബ് സെലക്ട് ചെയ്യുക. എന്നിട്ട് കസ്റ്റമൈസ് ദി റിബൺ എന്ന് പറഞ്ഞാൽ മെയിൻ ടാബിൻ്റെ അകത്ത് നിങ്ങൾ ഡെവലപ്പർ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ടിക്ക് ഇടുക. അപ്പോൾ നിങ്ങൾ ഓക്കെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഡെവലപ്പർ ടാബ് വേണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈ ടിക്ക് ഒഴിവാക്കുക, എന്നിട്ട് ഓക്കെ അടിക്കാം. അപ്പോൾ നമുക്ക് ഡെവലപ്പർ ടാബ് കൊണ്ടുവരാൻ വേണ്ടത്. അപ്പം നമ്മളിവിടെ ടിക്ക് ഇടുന്നു, എന്നിട്ട് ഓക്കെ അടിക്കുന്നു. ഇനി നിങ്ങൾ എക്സലിൻ്റെ അകത്ത് വന്നു നോക്കിയാൽ നിങ്ങൾക്ക് ഡെവലപ്പർ എന്ന ടാബ് വന്ന് കാണാം. അതായത് വ്യൂ എന്ന ടാബിന് ശേഷം നിങ്ങൾക്ക് ഡെവലപ്പർ എന്ന ടാബ് കാണാം. അതായത് എങ്ങനെയാണ് എക്സലിൻ്റെ അകത്ത് ഡെവലപ്പർ ടാബ് കൊണ്ടുവരുന്നത്. അടുത്ത നമ്മളുടെ എയിം എനേബിൾ ദി മാക്രോസ് എന്നുള്ളതാണ്. മാക്രോ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡെവലപ്പർ ടാബ് ക്ലിക്ക് ചെയ്യുക. അതിൽ മാക്രോ സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു വിൻഡോ ഓപ്പൺ ആവും. അതായത് മാക്രോ സെറ്റിംഗ്സിൻ്റെ അകത്ത് ഡിസേബിൾ ഓൾ മാക്രോസ് വിത്തൗട്ട് നോട്ടിഫിക്കേഷൻ ആണ് സെലക്ട് ആയിട്ടുള്ളത്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, അവസാനമായിട്ടുള്ള എനേബിൾ ഓൾ മാക്രോസ് നോട്ട് റെക്കമെൻഡഡ് പൊട്ടൻഷ്യലി ഡേഞ്ചറസ് കോഡ് ക്യാൻ റൺ എന്നുള്ളത് സെലക്ട് ചെയ്യുക. കൂടാതെ താഴെ ഡെവലപ്പർ മാക്രോ സെറ്റിംഗ്സിൽ ട്രസ്റ്റ് ആക്സസ് ടു ദി VBA പ്രൊജക്ട് ഒബ്ജക്റ്റ് മോഡ് എന്നുള്ളത് ടിക്ക് ഇടാം. എന്നിട്ട് നിങ്ങൾ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എന്തിനാണ് നമ്മളിങ്ങനെ എനേബിൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിഷ്വൽ ബേസിക് കോഡ് നമ്മൾ ഈ എക്സലിൻ്റെ കൂടെ എഴുതുകയാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് വളരെ ഡേഞ്ചറസ് ആണ്. അത് നോട്ട് റെക്കമെൻഡഡ് ആണ്. കാരണം പൊട്ടൻഷ്യലി ഡേഞ്ചറസ് ആയിട്ടുള്ള കോഡുകളൊക്കെ ചിലപ്പം അല്ലെങ്കിൽ വൈറസ് അറ്റാക്ക് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മാക്സിമം ഈ മൈക്രോസോഫ്റ്റ്വെയർ അതിനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് ഡിസേബിൾ ചെയ്തതെന്നാണ്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ മാക്രോ ചെയ്ത് നിർബന്ധമാണ്, അല്ലെങ്കിൽ VBA കോഡ് നിർബന്ധമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എനേബിൾ ചെയ്യണം. എല്ലാ മാക്രോയും എനേബിൾ ചെയ്യണം. കൂടാതെ ട്രസ്റ്റ് ആക്സസും ടിക്കറ്റ് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് വീണ്ടും ഈ ഒരു പ്രോഗ്രാം നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു ഫയൽ നമ്മൾ സേവ് ചെയ്തിട്ടൊക്കെ വീണ്ടും ഓപ്പൺ ചെയ്തിട്ടൊക്കെ നോക്കുമ്പോൾ അത് VBA കോഡ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യണം. അല്ലെങ്കിൽ അന്നേരം സെക്യൂരിറ്റിൻ്റെ ഒരു പ്രശ്നം കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ നിർബന്ധമാണ് നിങ്ങൾ എനേബിൾ ഓൾ മാക്രോസ് എന്നുള്ള സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ട്രസ്റ്റ് ആക്സസ് ടു VBA ഒബ്ജക്റ്റ് മോഡ് എന്നുള്ള ടിക്ക് ഇടുക. എന്നിട്ട് നിങ്ങൾ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെയാണ് ഈ മാക്രോ സെക്യൂരിറ്റി എനേബിൾ ചെയ്യുന്നത്. അടുത്ത എയിം ഓപ്പൺ ദി VBA എഡിറ്റർ ആൻഡ് ഐഡൻറ്റിഫൈ ദി എലിമെൻറ്റ്സ് എന്നുള്ളതാണ്. VBA എഡിറ്റർ ഓപ്പൺ ചെയ്യാൻ നമുക്ക് 4 വഴികളുണ്ട്. ഒന്നാമത്തെ വഴി ഡെവലപ്പർ എന്ന് പറഞ്ഞ ടാബ് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് വിഷ്വൽ ബേസിക് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വിഷ്വൽ ബേസിക്കിൻ്റെ എഡിറ്റർ ഓപ്പൺ ആയിട്ട് വരും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെവലപ്പർ എന്ന് പറഞ്ഞ ടാബ് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് വ്യൂ കോഡ് എന്ന് പറഞ്ഞാൽ കൺട്രോൾസിൻ്റെ അകത്ത് വ്യൂ കോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് വിഷ്വൽ ബേസിക്കിൻ്റെ എഡിറ്റർ ഓപ്പൺ ആവും. അതല്ലെങ്കിൽ നിങ്ങൾ ഷീറ്റ് സെലക്ട് ചെയ്യുക. ഷീറ്റിന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യൂ കോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ചെയ്താലും നിങ്ങൾക്ക് VBA എഡിറ്റർ ഓപ്പൺ ആവും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് കട്ട് കീ ഉണ്ട്, Alt F11 എന്ന് പറഞ്ഞ കീ പ്രസ് ചെയ്താലും നിങ്ങൾക്ക് VBA എഡിറ്റർ ഓപ്പൺ ആക്കും. അപ്പോൾ നിങ്ങൾക്ക് 4 രീതിയാണ് VBA എഡിറ്റർ ഓപ്പൺ ചെയ്യാനുള്ളത്. ഒന്നുകിൽ ഡെവലപ്പർ എന്ന ടാബ് പോയിട്ട് വിഷ്വൽ ബേസിക് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതല്ലെങ്കിൽ ഡെവലപ്പർ എന്ന ടാബ് പോയിട്ട് വ്യൂ കോഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾ ഷീറ്റ് ഏത് ഷീറ്റാണോ വേണ്ട ആ ഷീറ്റ് സെലക്ട് ചെയ്യുക. അതിൻ്റെ അകത്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വ്യൂ കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അത് സെലക്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് വിഷ്വൽ ബേസിക്കിൻ്റെ എഡിറ്റർ ഓപ്പൺ ആകും.
അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് കട്ട് കീ ഉണ്ട് Alt F11 അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് വിഷ്വൽ ബേസിക് എഡിറ്റർ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ 4 വഴികളാണ് നമ്മൾ വിഷ്വൽ ബേസിക് എഡിറ്റർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് VBA എഡിറ്ററിൻ്റെ ഭാഗങ്ങളാണ്. VBA എഡിറ്ററിന് എന്തൊക്കെ ഭാഗങ്ങളാണുള്ളതെന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും മുകളിൽ കാണുന്ന മൈക്രോസോഫ്റ്റ് വിഷ്വൽ ബേസിക് ബുക്ക് 1 ഷീറ്റ് 1 കോഡ് എന്ന് പറഞ്ഞാൽ കാണില്ല. ഇതിനെ ടൈറ്റിൽ ബാർ എന്ന് പറയും. താഴത്ത് കാണുന്ന ഫയൽ, എഡിറ്റ്, വ്യൂ, ഇൻസേർട്ട്, ഫോർമാറ്റ്, ഡീബഗ് എന്ന് പറഞ്ഞ് കാണുന്നത് നമ്മൾ മെനു ബാർ എന്ന് പറയും. തൊട്ട് താഴത്ത് കാണുന്നത് ഐക്കൺ വെച്ച് കാണുന്നത് നമ്മൾ ടൂൾ ബാർ എന്നാണ് പറയാറ്. ഇതൊരു സ്റ്റാൻഡേർഡ് ടൂൾ ബാറാണ്. നമുക്ക് ഇനി വേണമെങ്കിൽ ആഡ് ചെയ്യാം. നമ്മൾ ജസ്റ്റ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഡീബഗ്, എഡിറ്റ്, യൂസർ ഫോം ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഡീബഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീബഗിൻ്റെ ടൂൾ ബാർ വരും. നമ്മൾ ഡ്രാഗ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഡീബഗ് ടൂൾ ബാറാവും. നമുക്ക് എഡിറ്റ് വേണമെങ്കിൽ എഡിറ്റ് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എഡിറ്റർ ടൂൾ ബാർ വരും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അത് ടിക്ക് അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ അതങ്ങ് പോവുകയും ചെയ്യും. പിന്നെ ടൂൾ ബാർ എന്ന് പറയും. നമ്മൾ വളരെ ഫ്രീക്വൻ്റായി ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഈ ടൂൾ ബാറിൻ്റെ അകത്ത് വരിക. ഉദാഹരണം ഇത് സേവ് ചെയ്യാനുള്ളതാണ്, കട്ട് ചെയ്യാൻ, പേസ്റ്റ് ചെയ്യാൻ, കോപ്പി ചെയ്യാൻ, പേസ്റ്റ് ചെയ്യാൻ, ഒക്കെ ഫൈൻഡ് ചെയ്യാൻ, അങ്ങനെ വളരെ ഫ്രീക്വൻ്റായി സ്ഥിരമായി ഉപയോഗിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ടൂൾ ബാറിൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ. പിന്നെ തൊട്ട് താഴത്ത് കാണുന്ന ഈ ഒരു ഏരിയ അതിന് നമ്മൾ പ്രൊജക്റ്റ് എക്സ്പ്ലോറർ വിൻഡോ എന്നാണ് പറയാം. പ്രൊജക്റ്റ് എക്സ്പ്ലോറർ വിൻഡോ ഇതിൻ്റെ അകത്താണ് നമ്മൾ എല്ലാ പ്രൊജക്റ്റും ഉണ്ടാവുക. ഉദാഹരണത്തിന് നമ്മൾ ഒരു ഷീറ്റാണുള്ളതെങ്കിൽ ഷീറ്റ് 1 നമ്മൾ കുറേ ഷീറ്റിനെ അതൊക്കെ ഇവിടെ കാണിക്കും. പ്രൊജക്റ്റിൻ്റെ പേര്, അതുപോലെ തന്നെ ഏതൊക്കെ ഒബ്ജക്റ്റുകളാണെന്ന് കാണാൻ പറ്റും. ഇതിനെ പ്രൊജക്റ്റ് എക്സ്പ്ലോറർ വിൻഡോ എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പുതുതായി മൊഡ്യൂൾ അല്ലെങ്കിൽ ഫോമൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് കാണിക്കുക. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇൻസേർട്ട് പോയിട്ട് ഒരു ഫോം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതിവിടെ കാണിക്കും. നമ്മളെ ആ ഒരു നമ്മളെ പ്രൊജക്റ്റ് എക്സ്പ്ലോറർ വിൻഡോ നമ്മൾ ഫോം ആഡ് ചെയ്തെന്നാണ് കാണിക്കും. അപ്പോൾ ഇനി നമ്മൾ വേറെ ഇൻസേർട്ട് പോയി ഒരു മൊഡ്യൂൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കണ്ടില്ല മൊഡ്യൂളിൻ്റെ അകത്ത് വന്ന് പ്രൊജക്റ്റ് എക്സ്പ്ലോറർ പോലെ നമ്മൾ ഒരു മൊഡ്യൂൾ ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു യൂസർ ഫോം ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പ്രൊജക്റ്റ് എക്സ്പ്ലോറർ വിൻഡോ, പ്രൊജക്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളും, പ്രൊജക്റ്റിൻ്റെ അകത്തുള്ള എല്ലാ ഒബ്ജക്റ്റുകളും ഇവിടെയാണ് കാണിക്കുക. എന്നിട്ട് അത് വന്നത് പ്രോപ്പർട്ടീസ് വിൻഡോ ആണ്. നമ്മൾ ഓരോ ഒബ്ജക്റ്റുകൾക്കും പ്രോപ്പർട്ടീസ് ഉണ്ടാവും. ആ പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ കാണുന്നത്. അതിൻ്റെ വാല്യൂ, അതിനെന്താണ് വാല്യൂ എന്നുള്ളതാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ പ്രോപ്പർട്ടീസൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ കാണുന്നത്, ഇനി അഥവാ ഈ പ്രോപ്പർട്ടി വിൻഡോ കാണുന്നില്ലായിരിക്കാം, നമുക്ക് എന്ത് ചെയ്യാം, വ്യൂവിൽ പോയിട്ട് പ്രോപ്പർട്ടീസ് വിൻഡോ, അല്ലെങ്കിൽ അതിന് ഷോർട്ട് കട്ട് കീയാണ് F4 എന്ന കീ പ്രസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്രോപ്പർട്ടീസ് വിൻഡോ ഓപ്പൺ ആവും. അതുപോലെ പ്രൊജക്റ്റ് എക്സ്പ്ലോറർ വിൻഡോ കാണുന്നില്ലായിരിക്കാം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ എന്ത് വ്യൂവിൽ പോവുക, പ്രൊജക്റ്റ് എക്സ്പ്ലോറർ, അതിൻ്റെ ഷോർട്ട് കട്ട് കീയാണ് Ctrl+R. നിങ്ങൾക്ക് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊജക്റ്റ് എക്സ്പ്ലോറർ വിൻഡോ തിരിച്ചു വരും. പിന്നെ വേറൊരു വിൻഡോ ആണ് നമ്മൾ കാണുന്ന ഇമ്മീഡിയറ്റ് വിൻഡോ. ഇവിടെ താഴത്താണ് ഇമ്മീഡിയറ്റ് വിൻഡോ. നമ്മൾ എന്തെങ്കിലും റിസൾട്ടൊക്കെ പെട്ടെന്ന് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇമ്മീഡിയറ്റ് വിൻഡോ. അല്ലെങ്കിൽ നമുക്ക് ഡീബഗ് ചെയ്യാം. പ്രോഗ്രാമിൽ എന്തെങ്കിലും എററൊക്കെ വന്നിട്ട് ലോജിക്കൽ എററൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് തിരുത്താൻ വേണ്ടി നമുക്ക് ഇമ്മീഡിയറ്റ് വിൻഡോ ഉപയോഗിക്കാം. അതുപോലെ നമ്മൾ കോഡ് ചെയ്താൽ ഉപയോഗിക്കുന്നതാണ് ഈ സെക്ഷനാണ് കോഡ് വിൻഡോ. ഇതാണ് നമ്മൾ കോഡ് ചെയ്ത. രണ്ട് പാർട്ടാണ്, ജനറൽ എന്ന് പറഞ്ഞ പാർട്ടും കാണാം, ഡിക്ലറേഷൻ എന്ന് പറഞ്ഞ പാർട്ടും കാണാം. അപ്പം ഇത്രയും ഭാഗങ്ങളാണ് ഒരു വിഷ്വൽ ബേസിക് എഡിറ്ററിന് ഉള്ളത്. ഏറ്റവും മുകളിൽ കാണുന്ന ടൈറ്റിൽ ബാർ, താഴത്ത് കാണുന്നത് മെനു ബാർ, ഇത് ടൂൾ ബാർ, പ്രൊജക്റ്റ് എക്സ്പ്ലോറർ വിൻഡോ, അതിലാണ് പ്രൊജക്റ്റിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ ഒബ്ജക്റ്റുകളും ഉണ്ടാവുക. പിന്നെ ഒരു പ്രോപ്പർട്ടീസ് വിൻഡോ ഉണ്ടാവും. അത് കാണുന്നില്ല, നിങ്ങൾ F4 എന്ന കീ പ്രസ് ചെയ്യാം. പ്രൊജക്റ്റ് എക്സ്പ്ലോറർ വിൻഡോ ഓപ്പൺ ചെയ്യാൻ Ctrl+R എന്ന ഷോർട്ട് കട്ട് കീ ഉപയോഗിക്കാം. പിന്നെ ഇമ്മീഡിയറ്റ് വിൻഡോ, റിസൾട്ട് ഇമ്മീഡിയറ്റ് കാണാനും ഡീബഗ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. Ctrl+G ആണ് ഇതിൻ്റെ ഷോർട്ട് കട്ട് കീ. അപ്പോൾ അഥവാ നിങ്ങളത് കാണുന്നില്ല എന്നിരിക്കാം, നിങ്ങൾ കൺട്രോൾ നീക്കി പിടിച്ച് G അടിച്ച് കഴിഞ്ഞാൽ ആ ഇമ്മീഡിയറ്റ് വിൻഡോ ഓപ്പൺ ആവും. ഇത് നമുക്ക് കോഡ് ചെയ്യാനുള്ള വിൻഡോ ആണ്. ഇവിടെ നമുക്ക് യൂസർ ഫോമോ അല്ലെങ്കിൽ കോഡ് ഏതാണുള്ള വിൻഡോ ഒക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന ഏരിയ ആണ്. അപ്പോൾ ഇതാണ് വിഷ്വൽ ബേസിക്കിൻ്റെ എഡിറ്ററിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അടുത്ത എയിം റൈറ്റ് എ കോഡ് ടു ഡിസ്പ്ലേ ഹലോ കോപ്പ എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം നിങ്ങൾ എക്സൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ വിഷ്വൽ ബേസിക് എഡിറ്റർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 4 രീതിയിൽ കൂടെ വിഷ്വൽ ബേസിക് എഡിറ്റർ ഓപ്പൺ ചെയ്യാം. ഞാൻ ഇവിടെ ചെയ്യുന്നത് ഡെവലപ്പർ എന്ന ടാബ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വിഷ്വൽ ബേസിക് എന്ന ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് വിഷ്വൽ ബേസിക് എഡിറ്റർ ഓപ്പൺ ആവും. ഇതിൻ്റെ അകത്ത് നമുക്ക് ഹലോ കോപ്പ എന്ന് പ്രിന്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ കോഡ് എഴുതണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ഈ ഇൻസേർട്ട് എന്ന ടാബ് പോയിട്ട് മൊഡ്യൂൾ ആഡ് ചെയ്യാം. മൊഡ്യൂൾ അല്ലെങ്കിൽ ക്ലാസ് മൊഡ്യൂൾ കാണാം. നമ്മൾ ക്ലാസ് മൊഡ്യൂൾ അല്ല ആഡ് ചെയ്യേണ്ടത്, മൊഡ്യൂൾ ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പ്രൊജക്റ്റ് എക്സ്പ്ലോറർ വിൻഡോയിൽ നമ്മൾ ആ മൊഡ്യൂൾ കാണാം. അപ്പം ആ മൊഡ്യൂളിൽ കോഡ് ചെയ്യാനുള്ള ഭാഗങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അഥവാ ഇവിടെ കാണുന്നില്ല, നിങ്ങളത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി, ഇവിടെ ഓപ്പൺ ആവും. നിങ്ങൾ ആദ്യം ഒരു സബ് റൂട്ടീൻ അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്യുക. അതിനുള്ള ഇതാണ് സബ് എന്ന് ടൈപ്പ് ചെയ്യാം.
സ്പേസ് ഇടാം. അപ്പം ഇവിടെ നിങ്ങൾക്ക് കേസ് സെൻസിറ്റീവ് അല്ല, അത് ക്യാപിറ്റൽ എഴുതാം, സ്മോളിൽ എഴുതാം, മിക്സ് ആയിട്ട് എഴുതാം, എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, സ്പെല്ലിങ് തെറ്റിപ്പോകാതെ തന്നാൽ മതി. അപ്പോൾ നമ്മൾ സബ് റൂട്ടീൻ്റെ ചുരുക്കായി സബ് എന്ന് കൊടുത്തു, സ്പേസ് ഇട്ടു, അതിന് പേര് വേണം. ഞാൻ സബ് റൂട്ടിൻ്റെ ഒരു പേര്, ഫംഗ്ഷൻ്റെ ഒരു പേര് ടെസ്റ്റ് എന്ന് കൊടുത്തു, പിന്നെ ഒരു പാരന്തസിസ് കൊടുക്കുക, എൻ്റർക്ക് അടിക്കാം. അപ്പം നമ്മളോട് ഒരു സബ് റൂട്ടീൻ, ഒരു സബ് എന്ന കീവേഡ് സബ് റൂട്ടീൻ ഉണ്ടാക്കി, അതിൻ്റെ പേര് ടെസ്റ്റ് എന്നാണ്. അത് എൻഡ് ചെയ്യാൻ എൻഡ് സബ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിനകത്ത് മെസ്സേജ് നമുക്കൊരു പ്രിൻറ്റ് ചെയ്യണം, ഹലോ കോപ്പാന്ന് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ പ്രിൻറ്റ് ചെയ്യാൻ നമ്മൾ സർക്കാർ മെസ്സേജ് ബോക്സ് ആണ് ഉപയോഗിക്കുന്നത്, MSG ബോക്സ് എന്ന് ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റ് പഠിച്ചവർക്ക് അറിയാം അലേർട്ട് എന്ന് പറഞ്ഞ ബോക്സ് ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള VB ബോക്സ് ആണ് MSG ബോക്സ്. MSG ബോക്സ് എന്നുള്ള അടുപ്പിച്ചാണ്, സ്പേസ് ഒന്നും ഇടാൻ പാടില്ല. പിന്നെ സ്പേസ് ഇട്ട് നമുക്ക് ഹലോ കോപ്പ എന്നാണ് പ്രിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൊട്ടേഷൻ്റെ അകത്ത് ഹലോ കോപ്പ എന്ന് പറഞ്ഞ സ്ട്രിങ് ആണ്, കൊട്ടേഷൻ്റെ അകത്ത് കൊടുക്കാം ഹലോ കോപ്പ, കൊട്ടേഷൻ ക്ലോസ് ചെയ്യാം. എന്നാൽ നമുക്ക് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒന്നുകിൽ മെനുവിൻ്റെ അകത്ത് പോയിട്ട് റൺ എന്ന ഓപ്ഷനിൽ റൺ സബ് ഓർ യൂസർ ഫോം F5 ആണ് ഷോർട്ട് കട്ട് കീ കാണുന്നല്ലേ, അത് പ്രസ് ചെയ്യാം. അതിൽ താഴത്തെ ടൂൾ ബാറിൻ്റെ അകത്ത് ഇതാ റൺ സബ് ഓർ യൂസർ ഫോം F5 ഒരു ഐക്കൺ കണ്ടില്ല, അത് ക്ലിക്ക് ചെയ്താലും മതി. പിന്നെ ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വിൻഡോ വന്ന് നമ്മൾ എഴുതിയ ആ സബ്ജക്റ്റിൻ്റെ പേര് ടെസ്റ്റ് ഇവിടെ കാണുന്നില്ലേ, അത് സെലക്റ്റഡ് ആണ്. നമ്മളെന്ത് ക്ലിക്ക് ചെയ്യാം, റൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് റണ്ണായി, ഹലോ കോപ്പ റണ്ണായി. ഇത് നമ്മളിവിടെ കൊട്ടേഷൻ കൊടുത്തില്ല എന്ന് വിചാരിക്കുക, കൊട്ടേഷൻ കൊടുക്കാൻ വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്യുന്നതാണ്, അപ്പോൾ തന്നെ നമുക്ക് എറർ കാണിക്കും. നമുക്ക് റൺ ചെയ്യാനോ അല്ലെങ്കിൽ ഔട്ട്പുട്ട് കാണാനൊന്നും പറ്റില്ല. എറർ ഉണ്ടെങ്കിൽ അത് തിരുത്തിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ടെക്സ്റ്റ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ സ്ട്രിങ് ആയതുകൊണ്ടാണ് എപ്പോഴും കൊട്ടേഷൻ്റെ ആവശ്യമുള്ളത്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ കോപ്പ എന്നുള്ള മാറ്റി ഞാൻ ഗുഡ് മോർണിംഗ് കൊടുത്തു, ഹലോ ഗുഡ് മോർണിംഗ് കൊടുത്തു. നമുക്ക് റൺ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒന്നുകിൽ F5 എന്ന് പറഞ്ഞ ഷോർട്ട് കട്ട് കീ പ്രസ് ചെയ്യുക, അതല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള ഈ ടൂൾ ബാറിൽ ഈ ആൾക്കാൻ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അല്ലേ നമ്മൾ ഹലോ ഗുഡ് മോർണിംഗ് വന്നു, ബ്ലോക്ക് അടിക്കാം. ഇങ്ങനെയാണ് നമ്മൾ മെസ്സേജ് പ്രിൻ്റ് ചെയ്യുന്നത്. അടുത്ത എയിം യൂസ് debug.print. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നിങ്ങൾ ആദ്യം എക്സൽ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് വിഷ്വൽ ബേസിക് എഡിറ്റർ ഓപ്പൺ ചെയ്യുക. അതിനുവേണ്ടി ഡെവലപ്പർ ടാബ് പോയിട്ട് വിഷ്വൽ ബേസിക് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ വിഷ്വൽ ബേസിക് എഡിറ്റർ ഓപ്പൺ ആവും. അതിനുശേഷം ഇൻസേർട്ട് പോയിട്ട് ഒരു മൊഡ്യൂൾ ഇൻസേർട്ട് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് മൊഡ്യൂളിൻ്റെ കോഡ് ചെയ്താനുള്ള ഭാഗം ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ആദ്യം സബ് റൂട്ട് ഉണ്ടാക്കാം, അതിനുള്ള കീവേഡാണ് സബ്, സ്പേസ് ഇടുക, സബ് റൂട്ടിൻ്റെ പേര് കൊടുക്കാൻ സാമ്പിൾ എന്ന് കൊടുത്തു, പിന്നെ പാരന്തസിസ് കൊടുക്കുക, എൻ്റർ കീ അടിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് എൻ സബ് വരും. ഇപ്പോൾ ഒരു സബ് റൂട്ട് ഉണ്ടാക്കി, അതിൻ്റെ പേരെന്താണ്, സാമ്പിൾ എന്നാണ്. ഇനി നേരത്തെ പ്രോഗ്രാം നമ്മൾ MSG ബോക്സ് ആണ് ചെയ്ത്, ഇതിന് പകരം നമ്മളോട് എഴുതാൻ പറഞ്ഞ debug.print എന്നാണ്. അപ്പോൾ അതിനകത്ത് ഗ്യാപ്പ് ഒന്നുമില്ല, debug.print അടുപ്പിച്ചാണ്, സ്പേസ് ഉണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്പേസ് ഇടുക. നമുക്ക് ഹലോ കോപ്പ എന്നാണ് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഹലോ കോപ്പ എന്നുള്ള ടെക്സ്റ്റ് അല്ലെങ്കിൽ സ്ട്രിങ് ആയതുകൊണ്ട് നമ്മൾ കൊട്ടേഷൻ്റെ അകത്ത് ഹലോ കോപ്പ എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ debug.print സ്പേസ് ഇട്ട് ഹലോ കോപ്പ എന്ന് കൊട്ടേഷനിൽ കൊടുക്കും. ഇപ്പോൾ debug.print പ്രത്യേകം എന്താ വെച്ചാൽ അത് ഇമ്മീഡിയറ്റ് വിൻഡോയിലാണ്, ഇവിടെ താഴത്ത് കാണുന്ന ഇമ്മീഡിയറ്റ് വിൻഡോ കണ്ടില്ലേ, ഇതിൻ്റെ അകത്താണ് നമ്മൾ പ്രിന്റ് ചെയ്യുക, ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യുക. എന്താ പ്രിന്റ് ചെയ്യുന്നത്, ഹലോ കോപ്പ എന്നുള്ള ടെക്സ്റ്റ് ഇവിടെ പ്രിന്റ് ചെയ്യും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അടുത്തത് ഇവിടെ റൺ ചെയ്യണം. ഈ റൺ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക, റൺ ചെയ്യുമ്പോഴാണ് ഇവിടെ പ്രിന്റ് ചെയ്യുക. റൺ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ഇവിടെ നമുക്ക് ടൂൾ ബാറിൽ റൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് വിൻഡോയിൽ തന്നെ റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ പേരെന്താണ്, സാമ്പിൾ എന്നാണ്, SAMPLE, അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്യാം. ഇതിന് ജസ്റ്റ് എൻ്റർ കീ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ ഔട്ട്പുട്ട് കാണാം, ഹലോ കോപ്പ എന്ന് പ്രിന്റ് ചെയ്യുന്നുണ്ടോ, ഹലോ കോപ്പ നമ്മൾ കൊടുത്തത് അതുപോലെ പ്രിന്റ് ചെയ്യും. നമുക്ക് വേണമെങ്കിൽ ഹലോ ഗുഡ് മോർണിംഗ് ആക്കിയിട്ട് റൺ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യാം, അതിൻ്റെ പേര് സാമ്പിൾ എന്നാണ്, ആ സബ്ജക്റ്റിൻ്റെ പേര് എൻ്റർ കീ അടിച്ച് കഴിഞ്ഞാൽ ഹലോ ഗുഡ് മോർണിംഗ് പ്രിന്റ് ചെയ്യും. ഇതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ രീതിയാണ് നമ്മളിത് ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ F5 എന്ന ഷോർട്ട് ക്ലിക്ക് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളോട് നിങ്ങളുടെ മാക്രോന്റെ പേര് വയ്ക്കും. എന്താണ് മാക്രോന്റെ പേര്, നമ്മൾ സാമ്പിൾ, ഇവിടെ കൊടുത്ത പേര് എന്താ, സാമ്പിൾ എന്നാണ്. അത് സെലക്ട് ചെയ്യുക, റണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഹലോ ഗുഡ് മോർണിംഗ് പ്രിന്റ് ചെയ്യണല്ലേ, നമ്മൾ കൊടുത്ത് ഹലോ ഗുഡ് മോർണിംഗ് ആണ്. ഇങ്ങനെ നമുക്ക് റൺ ചെയ്യാൻ പറ്റും. അടുത്ത നമ്മളുടെ എയിം സേവ് ദ ഫയൽ ആസ് മാക്രോ എനേബിൾഡ് വർക്ക് ബുക്ക്, അതാണ്. അപ്പോൾ നിങ്ങൾ മാക്രോ എനേബിൾഡ് വർക്ക് ബുക്കായി സേവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇവിടുന്ന് ഫയലിൽ പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സേവ് ബുക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം.
അതല്ലെങ്കിൽ നിങ്ങൾക്ക് VBA എഡിറ്റർ ക്ലോസ് ചെയ്തിട്ട് എക്സലിൽ പോയിട്ട് ഫയലിൽ പോയി സേവ് കൊടുക്കുമ്പോൾ സേവ് ചെയ്യാനുള്ള വിൻഡോ വരും. അപ്പോൾ ദിസ് PCയിൽ ഡോക്യുമെന്റ്സിലേക്കാണ് പോകുന്നത്. ഇവിടെ നമ്മൾ നോക്കിയാൽ മതി, ഫയലിന്റെ പേര് book 1 ആണ്. നമുക്ക് മാറ്റാം. സേവ് ആസ് ടൈപ്പ് എന്നുള്ളത് എക്സൽ വർക്ക് ബുക്ക് എന്നാണ് കാണുന്നത്. അതിന് പകരം എക്സൽ മാക്രോ എനേബിൾഡ് വർക്ക് ബുക്ക് എന്നാക്കി മാറ്റാം. അപ്പോൾ നമുക്ക് പേര് മാറ്റിയിട്ട് എന്തെങ്കിലും ടെസ്റ്റ് എന്ന് കൊടുത്തു. സേവ് ആസ് ടൈപ്പ് എന്ന് കൊടുക്കണം, എക്സൽ മാക്രോ എനേബിൾഡ് വർക്ക് ബുക്ക്. അങ്ങനെ നിങ്ങൾ എക്സൽ മാക്രോ എനേബിൾഡ് വർക്ക് ബുക്കായി സേവ് ചെയ്യുന്ന സമയത്ത് ഈ എക്സൽ ഫയലിന്റെ എക്സ്റ്റൻഷൻ .xlsx ആയിരിക്കില്ല, XLSM ആയിരിക്കും. ഒരു മാക്രോ എനേബിൾഡ് വർക്ക് ബുക്കിന്റെ എക്സ്റ്റൻഷൻ എപ്പോഴും XLSM ആയിരിക്കും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എക്സൽ വർക്ക് ബുക്ക് മാക്രോ എനേബിൾഡ് ആയിട്ട് സേവ് ചെയ്യുന്നത്.